ഹായ് ഓൾ, വെൽക്കം ടു വൺസ് മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് 3 എന്ന സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡീൽ ചെയ്യുന്നത്. അതിന്റെ മോഡ്യൂൾ 2 ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ ടോപ്പിക്ക് കോംപ്ലക്സ് ഡിഫറൻസിയേഷൻ. എന്താണ് കോംപ്ലക്സ് ഡിഫറൻസിയേഷൻ? ആദ്യം നമ്മൾ പഠിച്ചു കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താണെന്ന്. കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. കോംപ്ലക്സ് ഫംഗ്ഷന്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. സോ അതുപോലെ തന്നെ അതിൽ നിന്നാണ് നമ്മുടെ കോംപ്ലക്സ് ഡിഫറൻസിയേഷൻ. ഒരു കോംപ്ലക്സ് ഡിഫറൻസിയേഷൻ, ആദ്യം ഡിഫറൻസിയേഷൻ എന്താണെന്ന് നോക്കുക. ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സം വാല്യൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫറൻസിയേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ കോംപ്ലക്സ് ഡിഫറൻസിയേഷനിൽ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഫംഗ്ഷൻ, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ എന്നാണ്. എന്താണ് ഡിഫറൻഷ്യബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ, അതിനെയാണ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. സോ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അതിന് നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആയിരിക്കണം? അനലിറ്റിക് ഫംഗ്ഷൻ ആയിരിക്കണം. ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ അനലിറ്റിക് ഫംഗ്ഷൻ ആയാൽ ആ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം? ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം. ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ അനലിറ്റിക് ഫംഗ്ഷൻ ആയാൽ ആ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താണെന്ന് പറയാന്ന് പറഞ്ഞു? നമുക്ക് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ അനലിറ്റിക് ഫംഗ്ഷൻ ആവുന്നത്? സോ എ കോംപ്ലക്സ് ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി അനലിറ്റിക് if it satisfies CR equation അഥവാ കോഷി റൈമാൻ ഇക്വേഷൻസ്. ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് പറയണമെങ്കിൽ ആ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? CR ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാണ് CR ഇക്വേഷൻസ്? CR ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ ഐ. എന്താണ് ഈ ഡോ യു ബൈ ഡോ എക്സ്? യു എന്ന് പറയുന്ന ഫംഗ്ഷൻ, യു എന്താണ്? റിയൽ പാർട്ട് ഫംഗ്ഷൻ. വി എന്താണ്? ഇമാജിനറി പാർട്ട് ഫംഗ്ഷൻ. യു എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിന് പാർഷ്യൽ ഡെറിവേറ്റീവ്, നോർമൽ ഡെറിവേറ്റീവ് അല്ല, പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ഡോ യു ബൈ ഡോ എക്സ്. അപ്പോൾ യു എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിന് പാർഷ്യലി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഡോ യു ബൈ ഡോ എക്സ്. അതൊരു വാല്യൂ, എന്തോ വാല്യൂ ആയിക്കോട്ടെ. ഡോ വി ബൈ ഡോ ഐ അതെന്താണ്? വി എന്ന് പറയുന്ന ഫംഗ്ഷൻ, വി എന്താണ്? ഇമാജിനറി പാർട്ട് ഫംഗ്ഷൻ. ആ ഇമാജിനറി പാർട്ട് ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ഒയ്ക്ക് ഡെറിവേറ്റീവ് എടുക്കുകയാണ്. അതും ആൾസോ എങ്ങനെയാണ്? പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അങ്ങനെ എടുക്കുന്ന ഫംഗ്ഷനാണ് ഡോ വി ബൈ ഡോ ഐ. അപ്പൊ ഡോ യു ബൈ ഡോ എക്സ് കിട്ടി, അതുപോലെ ഡോ വി ബൈ ഡോ ഐയും കിട്ടി. ഈ കിട്ടിയ രണ്ട് വാല്യൂവും സെയിം ആണെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? ഡോ യു ബൈ ഡോ ഐ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ CR ഇക്വേഷൻസ് പറയുന്നത് ഒരെണ്ണം മാത്രമല്ല, രണ്ട് ഇക്വേഷൻസും ചേർന്നാണ് നമ്മൾ CR ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ രണ്ട് ഇക്വേഷനും ഒന്നിച്ച് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ഫംഗ്ഷൻ ആണെന്ന് പറയാം? അനലിറ്റിക് ഫംഗ്ഷൻ ആണെന്ന് പറയാം. സോ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് പറയണമെങ്കിൽ CR ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. CR ഇക്വേഷൻ ഒരെണ്ണമല്ല, രണ്ടെണ്ണം ഉണ്ട്. രണ്ടും കമ്പൈൻ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അതെന്ത് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ? അനലിറ്റിക് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അനലിറ്റിക് ഫംഗ്ഷൻ ആയാൽ മാത്രമേ ആ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താവുകയുള്ളൂ? ഡിഫറൻഷ്യബിൾ ആവുകയുള്ളൂ. അപ്പോൾ ഒരു കോംപ്ലക്സ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? അനലിറ്റിക് ആയിരിക്കണം. ഒരു കോംപ്ലക്സ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്തായിരിക്കണം? അനലിറ്റിക് ആയിരിക്കണം. ഓക്കെ അല്ലേ? സോ ഇവിടെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ പറയാണ്, ഷോ ദാറ്റ് എഫ് ഓഫ് ഇസഡ് ഈസ് ഡിഫറൻഷ്യബിൾ എവരിവെയർ. അതായത് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈക്വൽ ടു ഇ റൈസ് ടു ഇസഡ്, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇ റൈസ് ടു ഇസഡ് എന്ന് പറയുന്ന ആ കോംപ്ലക്സ് ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ എവരിവെയർ. എല്ലായിടത്തും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് പോയിന്റിൽ മാത്രമേ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റൂ എന്നൊന്നുമില്ല. എല്ലാ പോയിന്റിലും എനിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഫൈൻഡ് ആൾസോ ഇറ്റ്സ് ഡെറിവേറ്റീവ്. അങ്ങനെയാണ് ഡിഫറൻഷ്യബിൾ എവരിവെയർ എന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? അതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇ റൈസ് ടു ഇസഡ്. ഇവിടെ നമുക്ക് വേണ്ടത് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇ റൈസ് ടു ഇസഡ് എന്ന് തന്നു കഴിഞ്ഞാൽ ഇതിന്റെ എന്ത് കാണണം? ആദ്യം റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്യുക. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്യുക. അതായത് യുവും വിയും എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്ത് മാറ്റുക. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട ജോലി. ഓക്കെ, നോക്കാം. എഫ് ഓഫ് ഇസഡിന് ഞാൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? എഫ് ഓഫ് ഇസഡിന് ഞാൻ കൊടുക്കുന്നത് യു പ്ലസ് ഐ വി എന്നാണ്. അതുപോലെ ഇ റൈസ് ടു ഇസഡിന് ഞാൻ കൊടുക്കുന്നത് എന്താണ്? എക്സ് പ്ലസ് ഐ ഒ എന്നാണ്. സോ അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ
u plus iv is equal to e raised to x into e raised to I y. Okay അല്ലേ? Then u plus iv is equal to e raised to x into e raised to iy ക്ക് ഐഡന്റിറ്റി ഉണ്ട്. e raised to I theta equal to എന്തായിരുന്നു? cos theta plus I sin theta എന്നാണ്. സോ അങ്ങനെയാണെങ്കിൽ e raised to iy എന്താണ്? cos y plus I sin y. സോ ഇതിന് u plus iv is equal to e raised to x cos y plus I e raised to x sin y. അപ്പൊ e raised to x cos y plus I e raised to x sin y. Now ഇത് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ u ഈക്വൽ ടു എനിക്ക് എങ്ങനെ കിട്ടും? e raised to x cos y എന്ന് കിട്ടും. അതായത് I വരാത്ത കമ്പോണന്റ് അതാണ് u, I വരുന്ന കമ്പോണന്റ് ആണ് എന്ത്? v. സോ അതേപോലെ v ഈക്വൽ ടു e raised to x sin y. അപ്പോ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എനിക്ക് എന്ത് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എനിക്ക് കിട്ടി. u ഇതാണ്, v ഇതാണ്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? CR ഇക്വേഷൻ വെരിഫൈ ചെയ്ത് നോക്കുക. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് ഷോ ദാറ്റ് എഫ് ഓഫ് ഇസഡ് ഈസ് ഡിഫറൻഷ്യബിൾ എവരിവെയർ. എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണെന്ന് പ്രൂവ് ചെയ്യുക. അതാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? CR ഇക്വേഷൻസ് വെരിഫൈ ചെയ്ത് നോക്കുക. CR ഇക്വേഷൻസ് ഏതൊക്കെയാണ്? ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ ഐ, അതേപോലെ തന്നെ ഡോ യു ബൈ ഡോ ഐ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് എന്ത് സാറ്റിസ്ഫൈ ചെയ്തതെന്ന് പറയുന്നത്? CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തതെന്ന് പറയുന്നത്. CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്താണ്? എവരിവെയർ, എല്ലാ പോയിന്റിലും എന്താണ്? ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം. CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എല്ലാ പോയിന്റിലും എന്താണെന്ന് പറയാം? ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം. സോ ഡോ യു ബൈ ഡോ എക്സ് ഞാൻ ചെറിയൊരു നൊട്ടേഷൻ മാറ്റി എഴുതുകയാണ് ഞാൻ. അതായത് യു സഫിക്സിൽ എക്സ്, അതായത് യു എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിന് പാർഷ്യലി ഡെറിവേറ്റീവ് എടുക്കുന്നതാണ് യു എക്സ് ഈക്വൽ ടു വി ഒയ് ആയിരിക്കണം. അതുപോലെ യു ഒയ് ഈക്വൽ ടു മൈനസ് വി എക്സ് ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസ് നോക്കാം നമുക്ക് എങ്ങനെയാണ് യു എക്സ് വരുന്നത്. യു എക്സ് ആദ്യം കണ്ടുപിടിക്കാൻ പോവുകയാണ്. യു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇ റൈസ് ടു എക്സ് കോസ് ഐ, അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിന് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോസ് ഐ എന്താണ്? ഇവിടെ കോൺസ്റ്റന്റ് ആണ്. കാര്യം എന്താണ്? കോസ് ഐ കോൺസ്റ്റന്റ് ആവാനുള്ള കാര്യം എന്താണ്? ഒയുടെ ഫംഗ്ഷൻ എല്ലാം കോൺസ്റ്റന്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് ഒഴികെ ബാക്കിയെല്ലാം എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? ഇ റൈസ് ടു എക്സ് തന്നെയാണ്. കോസ് ഐ അവിടെ കോൺസ്റ്റന്റ്. ഓക്കെ അല്ലേ? നൗ അതേപോലെ തന്നെ യു ഒയ്യും കാണാം. യു ഒയ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരും? യു എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ഒയ്ക്ക് എനിക്ക് ഡെറിവേറ്റീവ് എടുക്കേണ്ടി വരും. ആ സമയത്ത് വിത്ത് റെസ്പെക്ട് ടു ഒയ്ക്ക് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അവിടെ എക്സിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണല്ലോ പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. വിത്ത് റെസ്പെക്ട് ടു ഒയ്ക്ക് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അവിടെ എക്സിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോ ഇ റൈസ് ടു എക്സ് അവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. പിന്നെ കോസ് ഒയുടെ ഡെറിവേറ്റീവ് എടുക്കേണ്ടി വരും. എന്താണ് കോസ് ഒയുടെ ഡെറിവേറ്റീവ്? കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. അപ്പൊ കോസ് ഒയുടെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ ഒയ്. സോ മൈനസ് സൈൻ ഒയ്. അപ്പൊ യു എക്സ് കിട്ടി, യു ഒയ് കിട്ടി. ഇനി എന്ത് കാണണം? വി എക്സ് കാണണം. എന്താണ് വി? ഇ റൈസ് ടു എക്സ് സൈൻ ഒയ്. അപ്പൊ വി എക്സ് കാണുക. വി എക്സ് ഇസ് ഈക്വൽ ടു അതും എന്ത് തന്നെയാണ്? വി എ വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡെറിവേറ്റീവ് എടുക്കുകയാണ് പാർഷ്യലി. ആ സമയത്ത് എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും? സൈൻ ഒയ് കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം അത് ഒയിന്റെ ഫംഗ്ഷൻ അല്ലേ. അപ്പൊ ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റൈസ് ടു എക്സ് തന്നെയാണ്. സോ ഇ റൈസ് ടു എക്സ് സൈൻ ഒയ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. സോ സൈൻ ഒയ് എന്ന് വരും. അതുപോലെ വി ഒയ് കാണുക. എന്താണ് വി ഒയ്? വി ഒയ് നോക്കാം. വി എ വിത്ത് റെസ്പെക്ട് ടു ഒയ്ക്ക് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ എന്താ പറ്റുക? ഇ റൈസ് ടു എക്സ് അവിടെ കോൺസ്റ്റന്റ് ആണ്. കാരണം വിത്ത് റെസ്പെക്ട് ടു ഒയ്ക്കാണ് ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. സൈൻ ഒയുടെ ഡെറിവേറ്റീവ് എന്താ വരിക? കോസ് ഒയ്. സൈൻ ഒയുടെ ഡെറിവേറ്റീവ് കോസ് ഒയ്. കാര്യം എന്താ? സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് അല്ലേ. ഓക്കെ, അപ്പോ യു എക്സ് ആയി, യു ഐ ആയി, വി എക്സ് ആയി, വി ഒയ് ആയി. ഈ 4 വാല്യൂ ആയി. ഇനി നമ്മൾ ഈ ഒരു റിലേഷൻ സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കാം. യു എക്സ് വി ഒയ്ക്ക് ഈക്വൽ ആണോ? യു എക്സ് എന്താണ്? ഇ റൈസ് ടു എക്സ് കോസ് ഒയ്. വി ഒയ് എന്താണ്? അതും ഇ റൈസ് ടു എക്സ് കോസ് ഒയ് തന്നെയാണ്. സോ ആദ്യത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തല്ലോ. ദാറ്റ് ഈസ് യു എക്സ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? വി ഒയ്. ഓക്കെ, കഴിഞ്ഞു. ഇനി അടുത്ത് രണ്ടാമത്തെ കാര്യം, യു ഐ ഈക്വൽ ടു മൈനസ് വി എക്സ്. യു ഐ ഈക്വൽ ടു മൈനസ് വി എക്സ്. യു ഐ എന്താണ്? മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ. അതുപോലെ വി എക്സ് എന്താണ്? ഇ റൈസ് ടു എക്സ് സൈൻ വൈ.
രണ്ട് വാല്യൂ എന്ത് തന്നെയാണ് സെയിം തന്നെ, പക്ഷെ ഒരു നെഗറ്റീവിന്റെ ഡിഫറൻസ് ഉണ്ടായിരിക്കണം എന്നാ പറയുന്നത്. സോ അതുകൊണ്ടല്ലോ യു ഐ ഈക്വൽ ടു മൈനസ് വി എക്സ് തന്നെയാണ്. സോ രണ്ടാമത്തെ CR ഇക്വേഷൻ എന്താണ്? യു ഐ ഈക്വൽ ടു മൈനസ് വി എക്സ്. ഓക്കെ, അപ്പൊ രണ്ട് CR ഇക്വേഷൻസ് ഉണ്ട്. ആ രണ്ട് CR ഇക്വേഷൻ എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താണെന്ന് പറയാം? അനലിറ്റിക് ആണെന്ന് പറയാം. ഓക്കെ, യു എക്സ് ഈക്വൽ ടു വി വൈ, ആൾസോ യു ഐ ഈക്വൽ ടു മൈനസ് വി എക്സ്. സോ the complex function f of z equal to e raised to z is analytic ആണെന്ന് പറയാം. അതിന്റെ ഡിഫറൻഷ്യബിൾ എവരിവെയർ. ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ എന്താണെന്ന് പറയാം? അത് ഡിഫറൻഷ്യബിൾ ആണ്, അതും പറയാം. ഓക്കെ, അനലിറ്റിക് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു, അതുകൊണ്ട് തന്നെ അതെന്ത് തന്നെയാണ്? ഡിഫറൻഷ്യബിൾ തന്നെയാണ്. സോ ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, ഡിഫറൻഷ്യബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഫൈൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്, അതിന്റെ ഡെറിവേറ്റീവ് കൂടെ കാണണം, ഡിഫറൻഷിയേറ്റിംഗ് കൂടെ ചെയ്യണം. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമാണ് നമ്മൾ ഇതുവരെ പ്രൂവ് ചെയ്തത്. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇനി എന്ത് കാണണം? അതിന്റെ ഡെറിവേറ്റീവ് എന്താണ് എന്നുള്ളതും കാണണം. സോ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം എഫ് ഓഫ് ഇസഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. എഫ് ഓഫ് ഇസഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ എടുക്കേണ്ടത് യു പ്ലസ് ഐ വി എന്നാണ്. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്നാണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് ഇസഡ്, അതാണല്ലോ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്. എഫ് ഡാഷ് ഓഫ് ഇസഡ് ഈക്വൽ ടു യുവിന്റെ ഡെറിവേറ്റീവ് യു എക്സ് എന്ന് എടുക്കുക, പ്ലസ് ഐ ഇൻറ്റു വി എക്സ്. യു എക്സ് പ്ലസ് ഐ വി എക്സ്. സോ അങ്ങനെ വരുന്ന സമയത്ത് യു എക്സ് എന്ന് പറയുന്നതും വി എക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. യു എക്സ് എന്താണ്? ഇ റേസ് ടു എക്സ് കോസ് വൈ. അതുപോലെ വി എക്സ് എന്താണ്? ഇ റേസ് ടു എക്സ് സൈൻ വൈ. ഈ രണ്ട് കാര്യങ്ങൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഇ റേസ് ടു എക്സ് കോസ് വൈ, യു എക്സ് ഇതാണ്. അതുപോലെ ഐ ഇൻറ്റു വി എക്സ് എന്താണ്? ഇ റേസ് ടു എക്സ് സൈൻ വൈ. ഇത് രണ്ടും കണ്ടുപിടിച്ചതാണ്. ഇ റേസ് ടു എക്സ് സൈൻ വൈ, മറ്റേത് ഇ റേസ് ടു എക്സ് കോസ് വൈ. നോ ഇതിനെ എന്ത് ചെയ്യുക? ഫർദർ ആയിട്ട് സിംപ്ലിഫൈ ചെയ്യുക. രണ്ട് ടേമിൽ നിന്നും ഇ റേസ് ടു എക്സ് കോമൺ ആയിട്ട് എടുക്കുക. ബാക്കി എന്താ ഉള്ളത്? കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ. അതായത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. എന്താണ് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ? ഇ റേസ് ടു ഐ തീറ്റ. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു ഐ തീറ്റ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞു. അതായത് ഇ റേസ് ടു ഐ വൈ. ഓക്കെ അല്ലേ? നൗ ഇത് നമ്മൾ എന്ത് ചെയ്യാം? കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് എഴുതാം? ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ. അതെന്താണ്? ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ ഇസഡ് ആണ്. അതായത് എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും കിട്ടി? ഇ റേസ് ടു ഇസഡ് എന്ന് കിട്ടി. എഫ് ഓഫ് ഇസഡ് എന്തായിരുന്നു? ഇ റേസ് ടു ഇസഡ്. സാധാരണ ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്. അതുപോലെ ഇ റേസ് ടു ഇസഡിന്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? ഇ റേസ് ടു ഇസഡ്. സോ ഇവിടെ നമ്മൾ ഫോളോ ചെയ്തത് എഫ് ഡാഷ് ഓഫ് ഇസഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫോളോ ചെയ്തത് ഈ രീതിയിലാണ്. യു എക്സ് പ്ലസ് ഐ വി എക്സ്. പിന്നെ അതായത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഫർദർ ആയിട്ട് സിംപ്ലിഫൈ ചെയ്തു. ഓക്കെ അല്ലേ? നോ വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഷോ ദാറ്റ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ലോഗ് ഇസഡ് ഈസ് ഡിഫറൻഷ്യബിൾ. F of z equal to log z is differentiable except at z equal to 0 and find its derivative. ഡിഫറൻഷ്യബിൾ ആണ് ഏത് പോയിന്റില്? എക്സെപ്റ്റ് ഏത് പോയിന്റ്? അറ്റ് z equal to 0. z equal to 0 എന്ന് പറയുന്ന പോയിന്റിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലോഗ് സെഡിന്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണ്. അതേപോലെ തന്നെ ഫൈൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്. ഓക്കെ അല്ലേ? നൗ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ലോഗ് സെഡ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം നമുക്ക് ഇതിന്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് റിയൽ പാർട്ട് എന്താണ്, ഇമാജിനറി പാർട്ട് എന്താണ്. ലോഗ് സെഡിന്റെ കേസ്, ലോഗ് സെഡിന്റെ റിയൽ പാർട്ട് നമ്മൾ അവിടെ ഡിറൈവ് ചെയ്തു. യു ഈക്വൽ ടു എന്തായിരുന്നു? 1/2 ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ അല്ലേ? അതുപോലെ വി എന്തായിരുന്നു? വി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. യു ഈക്വൽ ടു 1/2 ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ലോഗ് സെഡിന്റെ റിയൽ പാർട്ടും അതുപോലെ വി ഈക്വൽ ടു ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. ഇനി ഇതിന്റെ എന്ത് കാണണം? ആദ്യം നമ്മൾ ഇതിന്റെ CR ഇക്വേഷൻ വെരിഫൈ ചെയ്യണം. അതാണ് നമുക്ക് ഇനി വേണ്ടത്. എന്താണ് CR ഇക്വേഷൻസ്? CR ഇക്വേഷൻസ് എന്തൊക്കെയായിരുന്നു? യു എക്സ് ഈക്വൽ ടു വി വൈ ആണോ നോക്കണം. ആൾസോ യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ആണോ എന്നും നോക്കണം. അതിന് നമുക്ക് എന്ത് വേണ്ടി വരും? യു എക്സ്, യു ഐ, വി എക്സ്, വി വൈ, ഈ 4 വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. യു എക്സ് കാണണം, യു ഐ കാണണം, വി എക്സ് കാണണം, ആൾസോ എന്തും കാണണം? വി വൈയും കാണണം.
ഓക്കെ, നോക്കാം എങ്ങനെയാണ് കാണേണ്ടത്. ആദ്യം യു എന്ന് പറയുന്ന ഫംഗ്ഷന് വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡെറിവേറ്റീവ് എടുക്കുക പാർഷ്യലി. അതായത് യു ഏതാണ്? ഇതാണ് 1/2 log x² + y². അതിലെ 1/2 എന്താണ്? കോൺസ്റ്റന്റ് ഇൻറ്റു log x² + y². ലോഗിന്റെ ഡെറിവേറ്റീവ് എന്താണ്? log x ന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പൊ log x² + y² എന്ന് പറഞ്ഞാൽ എന്താണ്? 1/x² + y² ഇൻറ്റു. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. പിന്നെ എന്ത് വേണം? x² + y² ഡെറിവേറ്റീവ് എടുക്കണം. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫറൻസിയേഷന്റെ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, 1/x² + y². പിന്നെ x² + y² ഡെറിവേറ്റീവ് എടുക്കുക. x² ഡെറിവേറ്റീവ് എന്താണ്? 2x. കാരണം x⁻n ന്റെ ഐഡന്റിറ്റി എന്താണ്? n x⁻n-1. ആ രീതിയിൽ x² ഡെറിവേറ്റീവ് എന്താണ്? 2x. Now y² എന്താണ്? കോൺസ്റ്റന്റ് ആണ്. കാര്യം എന്താ? വിത്ത് റെസ്പെക്ട് ടു എക്സിനാണ് ഞാൻ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അതുകൊണ്ട് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്തായി പോകും? 0 ആയി പോകും. Now ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. ഈ 2 കട്ടായി പോകും. ബാക്കി വരുന്നത് x ഡിവൈഡഡ് ബൈ x² + y². ഇതാണ് എന്ത്? ux. ഇനി ഇതുപോലെ എന്ത് കാണുക? uy കാണുക. uy എന്ന് പറഞ്ഞാൽ u എന്ന് പറയുന്ന ഫംഗ്ഷന് വിത്ത് റെസ്പെക്ട് ടു ഏതിന് ഡെറിവേറ്റീവ് എടുക്കണം? y-ക്ക് ഡെറിവേറ്റീവ് എടുക്കണം. അങ്ങനെ വരുമ്പോ 1/2 എന്താണ് അവിടെ? വീണ്ടും കോൺസ്റ്റന്റിനെയാണ് 1/2. സോ 1/2 ഇൻറ്റു ദെൻ log x² + y². log x² + y² ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/x² + y² ഇൻറ്റു പിന്നെന്താ വേണ്ടത്? x² + y² ഡെറിവേറ്റീവ്. x² ഡെറിവേറ്റീവ് എന്താണ്? 0. കാരണം വിത്ത് റെസ്പെക്ട് ടു y-ക്കാണ് ഞാൻ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പൊ x² ഡെറിവേറ്റീവ് എന്താണ്? 0. എക്സിന്റെ ഫംഗ്ഷൻ 0 ആയി മാറും. പിന്നെ y² ഡെറിവേറ്റീവ് എന്താ വരിക? y² ഡെറിവേറ്റീവ് 2y എന്നായിരിക്കും വരിക. സോ ഇൻറ്റു 2y. സോ 2 കട്ടായി പോകും. ബാക്കി വരുന്നത് y ഡിവൈഡഡ് ബൈ x² + y². ഓക്കെ, അപ്പൊ ux ആയി, uy ആയി. ഇനി എന്ത് കാണണം? vx കാണണം. vx കാണാനായിട്ട് v എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? v എന്ന് പറയുന്ന ഫംഗ്ഷൻ tan ഇൻവേഴ്സ് y/x ആണ് v. സോ അതിന്റെ ഡെറിവേറ്റീവ് tan ഇൻവേഴ്സ് x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ +2 ഫോർമുലയിൽ പഠിച്ചിട്ടുണ്ട്. tan ഇൻവേഴ്സ് x ന്റെ ഡെറിവേറ്റീവ് 1/1 + x². അപ്പൊ tan ഇൻവേഴ്സ് y/x ആണെങ്കിൽ എന്ത് വരും? 1/1 + y/x the whole square. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ദെൻ എന്ത് വേണം? ഈ y/x ന്റെ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കണം. അതാണ് ചെയിൻ റൂൾ. അവിടെ y/x ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിനാണ് ഞാൻ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ y എന്താണ് അവിടെ? കോൺസ്റ്റന്റ്. സോ y/x ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ y മാറ്റി വെച്ചിട്ട് ഇൻറ്റു 1/x ആണ് പിന്നെ ബാലൻസ് ഉള്ളത്. 1/x ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? -1/x². ദാറ്റ് ഈസ് -y/x² എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വരുന്നതാണ്. അതായത് y എന്താണ്? കോൺസ്റ്റന്റ് ആണ്. 1/x എന്ന് പറയുന്നത് എന്ത് വരും? x⁻⁻1. x⁻⁻1ന്റെ ഫോർമുലയ്ക്ക് അനുസരിച്ച് എഴുതുമ്പോൾ എന്താണ്? -1 x⁻⁻1 അതായത് -1/x² എന്നാണ് വരിക. സോ -y/x². ഇതിനെ എന്ത് ചെയ്യുക? ഫർദർ ആയിട്ട് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ x² ഇങ്ങോട്ട് വരും. x² + y² ഹോൾ ഡിവൈഡഡ് ബൈ x². ആ x² ഇവിടെ പോകും, മേളിൽ പോകും. സോ x² ഡിവൈഡഡ് ബൈ x² + y² ഇൻറ്റു -y ഡിവൈഡഡ് ബൈ x². ദെൻ ഇവിടെ എന്ത് വരും? x² കട്ടായി പോകും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -y ഡിവൈഡഡ് ബൈ x² + y² എന്ന് കിട്ടി. ഇതെന്താണ്? vx. അപ്പൊ vx ആയി. ഇനി എനിക്ക് എന്താ വേണ്ടത്? vy വേണം. സോ vy എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. vy കണ്ടുപിടിക്കാനായിട്ട് vy എന്താണ്? vy എന്ന് പറയുന്നത് ഇതേ v എന്ന് പറയുന്ന ഫംഗ്ഷന് വിത്ത് റെസ്പെക്ട് ടു എന്തിന് ഡെറിവേറ്റീവ് എടുക്കുക? y-ക്ക് ഡെറിവേറ്റീവ് എടുക്കുക. y-ക്ക് ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അതും ഇതുപോലെ തന്നെയാണ്. 1/1 + y/x the whole square ഇൻറ്റു പിന്നെന്താ വേണ്ടത്? y/x ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y-ക്കാണ് എടുക്കേണ്ടത്. അപ്പൊ എന്താ സംഭവിക്കുക? 1/x അവിടെ കോൺസ്റ്റന്റ് ആണ്. അതിനെ മാറ്റി വെച്ചിട്ട് y-യുടെ ഡെറിവേറ്റീവ് എന്തായി മാറും? 1 ആയി മാറും. സോ അപ്പൊ എന്ത് പറ്റും? 1/x ഇൻറ്റു y-യുടെ ഡെറിവേറ്റീവ് 1. സോ 1/x. ഇനി ഇതിനെ വീണ്ടും ഫർദർ സിംപ്ലിഫൈ ചെയ്യുക. സോ x² ഡിവൈഡഡ് ബൈ x² + y² ഇൻറ്റു 1/x. x² കട്ടായി പോയി. x ഡിവൈഡഡ് ബൈ x² + y² വിച്ച് ഈസ് ഈക്വൽ ടു vy. x ഡിവൈഡഡ് ബൈ x² + y². അപ്പോ എന്തൊക്കെയായി? ux ആയി, uy ആയി, vx ആയി, vy ആയി. ഇനി എന്ത് ചെയ്യണം? CR ഇക്വേഷൻ വെരിഫൈ ചെയ്ത് നോക്കുക. CR ഇക്വേഷനിലെ ആദ്യത്തെ ഇക്വേഷൻ എന്താ പറഞ്ഞത്? ux = vy. ux എന്താ? x ഡിവൈഡഡ് ബൈ x² + y². vy എന്താ?
അതും എന്ത് തന്നെയാണ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോ ആദ്യത്തെ CR ഇക്വേഷൻ സാറ്റിസ്ഫൈസ് ആയി ux ഈക്വൽ ടു vy. ഇനി രണ്ടാമത്തെ CR ഇക്വേഷൻ എന്താ പറയുന്നത് uy ഈക്വൽ ടു മൈനസ് vx. uy എവിടെയാണ് uy ദിസ് വൺ y ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. vx എന്താണ് മൈനസ് y ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. രണ്ടും എന്ത് തന്നെയാണ് വാല്യൂ സെയിം തന്നെയാണ്, ബട്ട് ഒരു നെഗറ്റീവിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോ uy ഈക്വൽ ടു മൈനസ് vx ആണല്ലോ, സോ അതും കിട്ടി. സോ uy ഈക്വൽ ടു മൈനസ് vx. ഇനി ഇതിന്റെ മീനിങ് എന്താ? ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ f of z ഈക്വൽ ടു log z എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് അനലിറ്റിക്. കാര്യം എന്താ? അത് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തത് കൊണ്ട് തന്നെ ആ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം, അനലിറ്റിക് ആണെന്ന് പറയും. ഓക്കെ അല്ലേ? ഒരു ഫംഗ്ഷൻ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ f of z ഈക്വൽ ടു log z ഈസ് അനലിറ്റിക്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? അതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? f of z എന്തായിരുന്നു? u പ്ലസ് ഐ വി എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ f ഡാഷ് ഓഫ് z എന്തായിരിക്കും? ux പ്ലസ് ഐ വി എക്സ്. ux പ്ലസ് ഐ വി എക്സ്. ഇതിനകത്ത് ux എന്താണ്? ux this one x divided by x square plus y square. So f dash of z equal to x divided by x square plus y square plus I vx. എവിടെയാണ് vx? മൈനസ് y ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലെ? പ്ലസ് i ഇൻറ്റു മൈനസ് y ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ അല്ലേ? നൗ ഡിനോമിനേറ്റർ നോക്കുക. ഡിനോമിനേറ്റർ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ? ഡിനോമിനേറ്റർ എന്താണെന്ന് എഴുതാം, കോമൺ അല്ലേ? സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കോമൺ ആണ്. സോ എക്സ് മൈനസ് ഐ വൈ ന്യൂമറേറ്റർ കമ്പൈൻ ചെയ്താണ്, ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ അല്ലേ? എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ദെൻ എന്ത് ചെയ്യുക? എന്താണ് ഈ എക്സ് മൈനസ് ഐ വൈ? എക്സ് പ്ലസ് ഐ വൈ എന്താണെന്ന് പറഞ്ഞു? എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നതാണ് ഇസഡ്. ഇസഡ് ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് ഐ വൈ. അങ്ങനെയാണെങ്കിൽ ഇസഡ് ബാർ ആണ് എക്സ് മൈനസ് ഐ വൈ. ഇതിനെ എന്ത് പറയും? കോഞ്ചുഗേറ്റ് എന്ന് പറയും. എങ്ങനെയാണ് നമ്മൾ കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കുന്നത്? ഐയുടെ കോഎഫിഷ്യന്റിന്റെ ഐയുടെ ഫ്രണ്ടിലുള്ള സൈൻ മാറ്റി കൊടുക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്? കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സ് പ്ലസ് ഐ വൈയുടെ കോഞ്ചുഗേറ്റ് എന്താണ്? എക്സ് മൈനസ് ഐ വൈ. സോ എക്സ് മൈനസ് ഐ വൈ എനിക്ക് എന്തെന്ന് എഴുതാം? ഇസഡ് എന്ന് എഴുതാം. അല്ല സോറി, ഇസഡ് ബാർ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതിനെ നമുക്കൊരു അറേഞ്ച്മെന്റ് നടത്താം. അതായത് ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ ചെയ്യുകയാണ്. അതായത് ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ, അതായത് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ. എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എന്തായിരിക്കും വരിക? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതായത് എക്സ് സ്ക്വയർ മൈനസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്തെഴുതാം? എക്സ് സ്ക്വയർ ഐ സ്ക്വയർ എന്താണ്? 1 ആണ് കേട്ടോ. ഐ സ്ക്വയർ 1 അല്ല സോറി മൈനസ് 1 ആണ് ഐ സ്ക്വയറിന്റെ വാല്യൂ. സോ ആ മൈനസും ഇവിടുത്തെ മൈനസും ചേർന്നാണ് എന്തായി മാറിയത്? പ്ലസ് ആയി മാറിയത്. അപ്പോ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ എന്നും കൊടുക്കാം അല്ലെ? നൗ ഇവിടെ ഇസഡ് ബാർ ഉണ്ട്, കട്ടായി പോകും. സോ 1/z. ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് ഇസഡ് ഈക്വൽ ടു എന്താണ്? 1/z. ഓക്കെ അല്ലെ? എഫ് ഡാഷ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1/z. ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എഫ് ഡാഷ് ഓഫ് ഇസഡ് 1/z ആണ്. പക്ഷേ ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യാതിരിക്കുന്നത് ഏത് സമയത്താണ്? ഇസഡ് 0 ആവരുത്. ഇസഡ് 0 ആയി കഴിഞ്ഞാൽ ഈ ടേം എന്തായി മാറും? ഇൻഫിനിറ്റി ആയി മാറില്ലേ? കാരണം 1/0 എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി അല്ലേ? സോ അതാണ് ക്വസ്റ്റ്യനിൽ പറയുന്ന ആ മീനിങ്. എന്താണ്? എക്സെപ്റ്റ് ഡിഫറൻഷ്യബിൾ ആണ്, എക്സെപ്റ്റ് എവിടെ? ഇസഡ് ഈക്വൽ ടു 0. ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ല. കാരണം ശരിയാണല്ലോ, ഇസഡ് 0 ആകാതിരുന്ന സമയത്ത് മാത്രമല്ലേ ഇത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇസഡ് ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് ഫംഗ്ഷൻ എന്ത് ചെയ്യില്ല? എക്സിസ്റ്റ് ചെയ്യില്ല. അതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇസഡ് നോട്ട് ഈക്വൽ ടു 0. സാധാരണ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x. അപ്പോൾ ലോഗ് ഇസഡിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/z. നോർമൽ രീതിയിൽ നമ്മൾ പറഞ്ഞാലും കിട്ടും. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് CR ഇക്വേഷൻ വെരിഫൈ ചെയ്ത് അതിൻ്റെതായ ഒരു സ്പെസിഫൈഡ് റൂൾ അനുസരിച്ചാണ്. ഓക്കെ അല്ലേ? സോ വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. Verify whether f of z equal to sin z is analytic. If so, find its derivative. അങ്ങനെയാണെങ്കിൽ അതിന് എന്ത് കാണണം? ഡെറിവേറ്റീവ് കാണണം. സോ ഇവിടെയും നമ്മൾ f of z equal to എന്ത് തന്നെയാണ് കൊടുക്കേണ്ടത്? f of z equal to u plus iv. മുമ്പേ നമ്മൾ പഠിച്ചിട്ടുണ്ട് u ഈക്വൽ ടു എന്താണ് കിട്ടുന്നത്?
റിയൽ പാർട്ട്, സൈൻ ഇസഡിന്റെ റിയൽ പാർട്ട് എന്താണ്? സൈൻ എക്സ് കോസ് എച്ച് ഒ. അതുപോലെ വി ഈക്വൽ ടു എനിക്ക് കിട്ടുന്നത് കോസ് എക്സ് സൈൻ എച്ച് ഒ എന്നാണ്. നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഓക്കെ, സോ യു സൈൻ എക്സ് കോസ് എച്ച് ഒ, അതുപോലെ വി എന്ന് പറയുന്നത് കോസ് എക്സ് സൈൻ എച്ച് ഒ. ഇനി ഇതിനെ എന്ത് ചെയ്യണം? സി ആർ ഇക്വേഷൻ വെരിഫൈ ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് സി ആർ ഇക്വേഷൻസ്? യു എക്സ് ഈക്വൽ ടു വി വൈ ആവണം, അതുപോലെ യു വൈ ഈക്വൽ ടു എന്താവണം? മൈനസ് വി എക്സ് ആവണം. നോക്കാം, യു എക്സ് ആദ്യം കാണുക. യു എക്സ് എന്താണ്? യു എക്സ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡെറിവേറ്റീവ് എടുക്കുക. സൈൻ എക്സ് കോസ് എച്ച് വൈ. അവിടെ എന്താണ്? കോസ് എച്ച് വൈ കോൺസ്റ്റന്റ് ആണ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ് കോസ് എച്ച്. അതുപോലെ യു ഒയ്, യുവിനെ വിത്ത് റെസ്പെക്ട് ടു ഒയ്ക്ക് ഡെറിവേറ്റീവ് എടുക്കുകയാണ്. അതായത് സൈൻ എക്സ് കോൺസ്റ്റന്റ് ആണ്, കോസ് എച്ച് വൈയുടെ ഡെറിവേറ്റീവ്. കോസ് എച്ച് വൈയുടെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? സൈൻ എച്ച് വൈ ആണ്. ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് വരുന്ന സമയത്ത് കോസ് എച്ച് എക്സിന്റെ ഡെറിവേറ്റീവ് സൈൻ എച്ച് എക്സ് ആണ്, സൈൻ എച്ച് എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എച്ച് എക്സ് ആണ്. അവിടെ നെഗറ്റീവ് ഒന്നും വരുന്നില്ല. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്, കോസിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സൈൻ. സാധാരണ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ് ആണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. ഹൈപ്പർബോളിക് ഫംഗ്ഷൻ വരുന്ന സമയത്ത് ആ മൈനസ് വരില്ല. ഓക്കെ, സോ യു ഐ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? സൈൻ എക്സ് കോസ് എച്ച് യുടെ ഡെറിവേറ്റീവ് സൈൻ എച്ച് ഒ. ഇനി ഇതേപോലെ എന്ത് കാണണം? വി എക്സ്. വി എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? വി എക്സ് എവിടെ നോക്കുക? വി എക്സ് ഈക്വൽ ടു കോസ് എക്സ് സൈൻ എച്ച് ഒയുടെ ഡെറിവേറ്റീവ്. അവിടെ സൈൻ എച്ച് ഒ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ്. സോ മൈനസ് സൈൻ എക്സ് സൈൻ എച്ച് ഒ. ഓക്കെ, അതുപോലെ വി ഒയ് നോക്കാം. വി എന്ന് പറയുന്നത് കോസ് എക്സ് സൈൻ എച്ച് ഒ ആണ്. അപ്പോൾ വി ഒയ് എന്ന് പറയുമ്പോൾ കോസ് എക്സ് കോൺസ്റ്റന്റ് ആണ്, സൈൻ എച്ച് ഒയുടെ ഡെറിവേറ്റീവ്. സൈൻ എച്ച് ഒയുടെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എച്ച് ഒ. അതായത് കോസ് എക്സ് കോസ് എച്ച്. നോക്കാം, യു എക്സ് ഏതാണ്? ഇത്. അത് വി വൈ ഈക്വൽ ആണോ? ആണല്ലോ, കാരണം കോസ് എക്സ് കോസ് എച്ച് ഐ, അവിടെയും കോസ് എക്സ് കോസ് എച്ച് ഐ. അതുപോലെ യു ഐ സൈൻ എക്സ് സൈൻ എച്ച് ഐ, അതുപോലെ വി എക്സ് മൈനസ് സൈൻ എക്സ് സൈൻ എച്ച് ഐ. സോ അത് രണ്ടാമത്തെ സി ആർ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ എന്ത് പറയാം? ബോത്ത് സി ആർ ഇക്വേഷൻസ് യു എക്സ് ഈക്വൽ ടു വി വൈ, അതുപോലെ യു ഐ ഈക്വൽ ടു മൈനസ് വി എക്സ്, ഈ രണ്ട് സി ആർ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു സൈൻ ഇസഡ് ഈസ് ഡിഫറൻഷ്യബിൾ. ഇനി അടുത്ത് എന്താ വേണ്ടത്? അത് അതിന്റെ ഡെറിവേറ്റീവ് ആണ് വേണ്ടത്. സോ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു എന്തായിരുന്നു? എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് യു പ്ലസ് ഐ വി എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യു എക്സ് പ്ലസ് ഐ വി എക്സ്. അങ്ങനെയാണെങ്കിൽ യു എക്സ് എന്താണ്? യു എക്സ് കോസ് എക്സ് കോസ് എച്ച് വൈ, കോസ് എക്സ് കോസ് എച്ച് വൈ പ്ലസ് ഐ വി എക്സ് എന്താണ്? വി എക്സ് മൈനസ് സൈൻ എക്സ് സൈൻ എച്ച് വൈ, മൈനസ് സൈൻ എക്സ് സൈൻ എച്ച് വൈ. ഇനി നമ്മൾ മുമ്പ് പഠിച്ച ഒരു ഐഡന്റിറ്റി ആണ് കോസ് എച്ച് വൈ എന്ന് പറഞ്ഞാൽ. കോസ് എച്ച് വൈ എന്ന് പറയുന്നത് കോസ് എച്ച് വൈ ഈക്വൽ ടു കോസ് ഐ വൈ, അതിനെയാണ് കോസ് എച്ച് വൈ എന്ന് പറയുന്നത്. അതുപോലെ സൈൻ ഐ വൈ എന്ന് പറഞ്ഞാൽ സൈൻ ഐ വൈ ഈക്വൽ ടു ഐ സൈൻ എച്ച് വൈ. ഓക്കെ അല്ലേ? ഐ സൈൻ എച്ച് വൈ. അല്ല എങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? സൈൻ എച്ച് വൈ ഈക്വൽ ടു ഈ ഐ എങ്ങ് താഴെ കൊണ്ടുവരികയാണ് 1/i സൈൻ ഐ വൈ. ഇങ്ങനെയും എഴുതാം 1/i സൈൻ ഐ വൈ. ആ രീതിയിൽ ഇതിനെ മാറ്റുകയാണ്. അതായത് കോസ് എക്സ് കോസ് എച്ച് വൈ എന്താണ്? കോസ് ഐ വൈ ആണ് കോസ് എച്ച് വൈ. കോസ് ഐ വൈ മൈനസ് ഈ മൈനസ് ഫ്രണ്ടിൽ എഴുതി. ദെൻ ഐ സൈൻ എക്സ് ഇൻറ്റു സൈൻ എച്ച് വൈ എന്താണ്? സൈൻ എച്ച് വൈ 1/i സൈൻ ഐ വൈ. സോ ഈ ഐ കട്ടായി പോയി. ബാക്കി വന്നത് എന്തെഴുതാം? കോസ് എക്സ് കോസ് ഐ വൈ മൈനസ് സൈൻ എക്സ് സൈൻ ഐ. അതായത് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. എന്താ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി? കോസ് എ പ്ലസ് ബി. എക്സ് എ എന്താണ്? എക്സ്. ബി എന്താണ്? ഐ വൈ. അതായത് ഇവിടെ യൂസ് ചെയ്ത ഐഡന്റിറ്റി എന്തായിരുന്നു? കോസ് എ പ്ലസ് ബി ഈക്വൽ ടു കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി.
ഓക്കെ, കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി, അതായത് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്ന് വെച്ചാൽ കോസ് എ പ്ലസ് ബി, അതായത് കോസ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ. അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാം? കോസ് എക്സ് പ്ലസ് ഐ വൈ എന്താണ്? ഇസെഡ്. സോ വിച്ച് ഈസ് എഫ് ഡാഷ് ഓഫ്, അതായത് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ് അല്ലേ? അപ്പൊ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? കോസ് ഇസെഡ്. ഓക്കെ അല്ലേ? അപ്പോ ഇവിടെ നമ്മൾ പഠിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താണ്? കോംപ്ലക്സ് ഫംഗ്ഷൻ അനലിറ്റിക് ആവുന്നത് എപ്പോഴാണ്? അനലിറ്റിക് ആണെങ്കിൽ മാത്രമാണ് ആ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താവുക? ഡിഫറൻഷ്യബിൾ ആവുക. സോ അങ്ങനെ ഡിഫറൻഷ്യബിൾ ആക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിന്നെ ചെയ്യേണ്ടത് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട്. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ എഫ് ഡാഷ് ഓഫ് ഇസ് ഈക്വൽ ടു യു എക്സ് പ്ലസ് ഐ വി എക്സ് എന്ന രീതിയിലാണ്. ഓക്കെ, ഇതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസും ടോപ്പിക്സും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.